ലാസ്റ്റ് നമ്മൾ റീല് വൈറലാവാനുള്ള റീസൺ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോറി ടെല്ലിങ് ടെക്നിക്ക് ഉപയോഗിച്ചു എന്നൊക്കെ ആണെങ്കിൽ ഫാൻസി ആയിട്ട് നമുക്ക് പറയാം, അടിച്ച് മിനിച്ച് വിടാം. പക്ഷേ ആക്ച്വലി അവിടെ സംഭവിച്ചത് നമ്മൾ ഹുക്ക് ചെയ്ത് പിടിച്ച ആൾക്കാരെ. ഹുക്ക് ചെയ്ത് എങ്ങനെ? നമ്മൾ ഈ ഷോർട്സ് വൈറലാക്കാൻ കുറേ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരമൊക്കെ നമ്മൾ ഒരു ഹുക്ക് ആയിരുന്നു നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് ലാസ്റ്റ് ഈ റീല് ഷൂട്ട് ചെയ്തപ്പോൾ നമ്മളതിൽ 3 ഹുക്ക്, ഒന്നാ മൂഡ് അതായിരുന്നു, നമ്മൾ ആ വൈറൽ റീൽ ഉണ്ടാക്കുക എന്നുള്ള ഇതിൽ പിടിക്കായിരുന്നു. രണ്ടാമത് നമ്മുടെ മണി കാർത്തിക്, അപ്പോൾ ആളുടെ കോൺട്രിബ്യൂഷനും കൂടി ഉണ്ടായിരുന്നു. അവിടെ സംഭവിച്ചത് മൾട്ടിപ്പിൾ ഹുക്സ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡാബ്സി, തൊപ്പി, ഐഷോ സ്പീഡ്. ദെൻ അത് കഴിഞ്ഞിട്ട് ഷാൻ ഒരു ആൻറ്റിസിപ്പേഷൻ ക്രിയേറ്റ് ചെയ്തു. ആൻറ്റിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ കേരളത്തിൽ ഇതിപ്പോൾ എന്താ പള്ളിയിലേക്കുള്ള പാർക്കിംഗ് ആൻറ്റിസിപ്പേഷൻ കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടുകൂടി പിന്നെ ഓഡിയൻസ് അവിടെ ഇരുന്നു. ദെൻ അവർക്ക് വേണ്ടിയിട്ടൊരു നല്ല കണ്ടൻറ്റ് കൊടുക്കുകയും ചെയ്തപ്പോൾ ആ റീല് വൈറലായി എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ശരിക്കും ഒരു നല്ല കണ്ടൻറ്റിൽ 3 ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് ഒരു കണ്ടൻറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ ഒരു ഹ്യൂമൻ ബ്രെയിനിൽ 3 ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യണം. അതിലൊന്ന് ഡോപ്പമിൻ. നമ്മൾ ഡോപ്പമിൻ്റെ ഒരു ഹിറ്റാണ് അവിടെ കൊടുത്തത്. ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ ആൻറ്റിസിപ്പേഷൻ, എന്താണ് പറയാൻ പോകുന്നത്, അവർക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള സാധനം കേൾക്കണം. എന്താണ് ഈ പറയാൻ പോകുന്നത് എന്താണെന്നുള്ളത് ഒരു സാധനം അവർക്ക് എന്താണ് അവരെ ഹുക്ക് ചെയ്ത് പഠിക്കണം. ആൻഡ് അടുത്തത് വരുന്നത് ഓക്സിറ്റോക്സിൻ എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ്. എങ്ങനെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള കണ്ടന്റ്, അതായത് നമ്മൾ ആ ഹുക്കിൽ തന്നെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. ഓക്സിറ്റോക്സിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഡാബ്സി കൺസേർട്ട് നടത്തുന്നത്, പിന്നെ തൊപ്പി ലൈവ് സ്ട്രീമിങ് നടത്തുന്നത്, അതിൽ അവർ സക്സസ്ഫുൾ ആണെന്നുള്ളതും കൂടി അതിൽ അമേരിക്കൻ മോഡൽസ് അവർ പിന്നെ ചെയ്തിട്ട് സക്സസ്ഫുൾ ആയിട്ട് മലയാളികൾ കണ്ടതാണ്. അതേപോലെ എന്ത് എന്നുള്ളത് ചോദിക്കുമ്പോൾ ഓൾറെഡി നമ്മൾ അവിടെ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇവർ പറയുന്നത് സത്യമാണ് എന്നുള്ളൊരു സാധനം അവിടെ ക്രിയേറ്റ് ചെയ്തു. കാരണം നമ്മളൊരു ഓൾറെഡി വർക്കിംഗ് ആയിട്ടുള്ള മോഡൽസിനെ നമ്മളവിടെ പിന്നെ അതിനായിട്ട് യൂസ് ചെയ്തു. പിന്നെ വരുന്നതാണ് എൻഡോർഫിൻ. അതിലുണ്ടോ എന്നുള്ളൊക്കെ ഡൗട്ടാണ്. എൻഡോർഫിൻ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ചിരിപ്പിക്കുക. അത് ചിരിപ്പിക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷെയർ കൂടുതൽ കിട്ടും. ഈ വ്ലോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെവിടെ നിന്നിട്ടാണ് വർക്ക് ചെയ്യൽ എന്നുള്ള കാര്യങ്ങളാണ്. ആക്ച്വലി നമുക്ക് ഓഫീസല്ല. അപ്പോൾ നമ്മളിങ്ങനെ കാലിക്കറ്റ് ഏതെങ്കിലും കഫേയിൽ നിന്നിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് NBC എന്നുള്ള കഫേയിലാണ് ടീമുള്ളത്. അപ്പോൾ ഓൾറെഡി വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഞാനവിടെ പോയിട്ട് എനിക്ക് കുറച്ച് സെയിൽസ് കാര്യങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ആ വർക്ക് കാര്യം ചെയ്യുന്നുണ്ടാവും. അവിടെ അവരെന്താ ചെയ്യുന്നത് കൂടി കാണിക്കാം ഈ ബ്ലോഗിൽ. വരാൻ പോകുന്ന നെക്സ്റ്റ് 5 ഇയേഴ്സിൽ നമ്മൾ കാണാൻ പോകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് കഴിഞ്ഞ 100 ഇയേഴ്സിനത് ഡയറ്റ് പ്ലാൻ റാശി ഫോളോ ചെയ്യണ്ടോ? ഡയറ്റ് പ്ലാൻ എന്താ വെച്ചാല് രാവിലെ മോർണിംഗ് 6 കോഴിമുട്ട, പിന്നെ വീറ്റ് ബ്രെഡിൽ അവകാഡോ തേച്ച് കഴിക്കാം. പിന്നെ കാഷ്യൂനട്ട്, ബദാം, ഗ്രേപ്പ്, ബ്ലാക്ക് കോഫി രാവിലെ. 10 മണിയാകുമ്പോൾ ഒരു ആപ്പിളോ അല്ലെങ്കിൽ റോബസ്റ്റോ. ആഫ്റ്റർനൂൺ എന്ത് ചെയ്യാ, 100 ഗ്രാം ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. ബ്രേക്ക്ഫാസ്റ്റ് ആണ് 6 കോഴിമുട്ട. ബ്രേക്ക്ഫാസ്റ്റ് പൊറോട്ട ബസ്മതി ഉച്ചക്ക് കിട്ടോ. ബസ്മതി 100 ഗ്രാം, 250 ഗ്രാം ചിക്കന്, പിന്നെ മിക്സ്ഡ് വെജിറ്റബിൾ, മിക്സ്ഡ് ഫ്രൂട്ട്സ് വേണമെങ്കിൽ കഴിക്കാം. പിന്നെ ഈവനിങ് എന്ത് ചെയ്യാം, 2 ഫുൾ എഗ്. അപ്പൊ രാവിലെ ഫുൾ എഗ് വിത്തൗട്ട് ഉണ്ണിയാണ്. രാവിലെ വിത്തൗട്ട് ഉണ്ണി, രാവിലെ വിത്തുണ്ണി, വൈകുന്നേരം വിത്തുണ്ണി. വിത്തൗട്ട് ഉണ്ണി വൈകുന്നേരമാണ് ഒരു ഉണ്ണി കഴിക്കാം. ഇതിനകത്ത് നൈറ്റ് ഫിഷ്,
ഡ്രൈ ഫിഷ്, അതായത് ഓയിൽ ഇല്ലാത്ത ഫിഷ്. വെജിറ്റബിൾ ബ്രോക്കോളിയിലല്ലേ ഇതിന്റെ ഉള്ളിലൊക്കെ അതൊരു ബ്രോക്കോളി ഇല്ലടാ, മറ്റേ ഇല എല്ലാം മനസ്സിലായി. ബ്രോക്കോളിനും പിന്നെ ഗ്രീൻ പീസും സ്മോൾ പീസ് ഇല്ലേ ചെറുപയർ, അതും പിന്നെ മറ്റേ മമ്പയർ എന്ത് ചെയ്യാം മിക്സ് ചെയ്തിട്ട് വെള്ളത്തിട്ടിട്ട് വേവിക്കുക. എണ്ണയില വേവിക്കരുത്, വേവിക്കുക. അത് രാത്രി കഴിക്കുക. അപ്പൊ ചോറ് പൊറോട്ട ഒന്നുമില്ല? നോ ഷുഗർ, നോ ഓയിൽ, നോ മൈദ. കാര്യം പറ, ഇനി അതാണ് പ്ലാൻ. എത്ര ദിവസം ഉണ്ടാവും? ദിസ് ഇസ് 3 months. വെജിറ്റേറിയനാ പോയി ആവുമ്പോഴാണ് വെജിറ്റേറിയൻ ഹോട്ടലിൽ എന്താ തെളിവ് ഇവിടെ അവിടെ പുറത്തുണ്ട് 100% വെജിറ്റേറിയൻ ഉണ്ട്.